മക്കളെ മുടികെട്ടുന്ന കോലം നമ്മൾ കാണുന്നില്ല, മക്കളെ പെൻസിന്റെ രൂപം കാണുന്നില്ല, നെരിയാണിക്ക് താഴെ വലിച്ചിറങ്ങുന്നത് കാണുന്നില്ല. 7 വയസ്സായാൽ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണമെന്നാണ്. 10 വയസ്സായാൽ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അതിന്റെ പേരിൽ അടിക്കണമെന്നാണ്. നിസ്കരിക്കുന്ന സ്വഭാവവും നിസ്കരിപ്പിക്കുന്ന സ്വഭാവവും ഇന്ന് നമ്മളെ മക്കളിൽ ചെയ്യാറുണ്ടോ? വെള്ളിയാഴ്ച ദിവസമാകുമ്പോ നമ്മളെ മക്കൾ ഇങ്ങനെ കിടന്നുറങ്ങുകയാണ്. ഉമ്മ പറയും, എന്റെ മകന് മദ്രസയില്ലാത്ത ദിവസമാണ്, അവൻ അല്പം ഉറങ്ങിക്കൊള്ളട്ടെ. പട്ടികൾക്ക് തുല്യരായ, നായകൾക്ക് തുല്യരായ മക്കളായി നമ്മളെ മക്കളും വീട്ടുകാരും മാറുകയാണ്, മനുഷ്യര് മാറുകയാണ്. നമ്മളെ വാപ്പ ഗൾഫിൽ പോയി 10,000 ശമ്പളം കിട്ടിയാലും, 1000കണക്കിന് വരുമാനമുണ്ടായാലും നമ്മളെ വീട് കടത്തിൽ നിന്ന് മോചിതരല്ല, കടത്തിൽ നിന്ന് രക്ഷപ്പെടുകയില്ല. ഇന്നത്തെ വീടിന്റെ കഥ എന്താണ്? ഉമ്മക്കും ബാപ്പക്കും നിസ്കാരമല്ല, വിഷയം മാറിപ്പോകും. മക്കളെ അത് തന്നെയാണ്. സുബൈക്ക് വിളിച്ചുറത്താ മക്കളില്ല, ബാപ്പയില്ല, അവരെ ഉറക്കുകയാണ്. പട്ടികൾക്ക് തുല്യരാ. ഈ രാജ്യത്ത് പ്രഭാത സമയത്ത് എണീക്കാത്ത ആടുകളില്ല, പ്രഭാത സമയത്ത് എണീക്കാത്ത പക്ഷികളില്ല, പ്രഭാത സമയത്ത് എണീക്കാത്ത പറവകളില്ല. തന്റെ ആലയിലെ ആടും കൂട്ടിലെ കോഴി വരെ പ്രഭാതത്തിൽ എണീക്കുകയാണ്. അർദ്ധരാത്രി ഉറങ്ങാതെ നെറ്റ് ഡ്യൂട്ടി എടുത്ത് സുബഹിന്റെ അല്പം വന്ന് മഴങ്ങുന്ന ജീവികൾ അത് നായകളും പട്ടികളുമാണ്. ഇതേ പ്രകാരം നമ്മളെ മക്കളും അപ്പയും ഉമ്മയും മക്കളും നിങ്ങൾക്കറിയില്ലേ, അർദ്ധരാത്രി മുഴുവനും തെണ്ടി നടക്കുകയാണ്. ക്ലബിന്റെ ഓഫീസുകളിലാണ്, കളിക്കളങ്ങളിലാണ്, ടിവിക്ക് മുന്നിൽ കളി കണ്ടിരിക്കുകയാണ്, സീരിയൽ കണ്ടിരിക്കുകയാണ്. വളരെ വൈകിട്ട് കിടന്നുറങ്ങുകയാണ്. നായകളെപ്പോലെ പ്രഭാതത്തിൽ കിടന്നുറങ്ങുന്നു. നമ്മളെ ഉമ്മമാരാകട്ടെ സൊറ പറഞ്ഞിരിക്കുകയാണ്, സീരിയലിൽ ലയിച്ചു ചേരുകയാണ്, വേണ്ടാത്തരങ്ങൾ സംസാരിച്ചിരിക്കുകയാണ്. പ്രഭാതത്തിൽ വഴികിടന്നീക്കാതെ പട്ടികളെപ്പോലെ കിടന്നുറങ്ങുകയാണ്. ഈ പട്ടികൾക്ക് തുല്യരായ, നായകൾക്ക് തുല്യരായ ഉമ്മയും ബാപ്പയും മക്കളുമായി വീടുകളായി മാറുമ്പോ നമുക്ക് 10,000 ശമ്പളമുണ്ടായാലും, നമ്മളത്തെ വലിയ സമ്പാദ്യമുള്ളവരായാലും റബ്ബ് നമുക്ക് കടത്തിൽ നിന്ന് മോചനം തരികയില്ല, റബ്ബ് നമുക്ക് ബറക്കത്ത് ചെയ്യുകയില്ല. ഇതാ നമ്മുടെ കഥ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, എല്ലാ ദിവസവും പ്രഭാതത്തിൽ 2 മലക്കുകൾ നിങ്ങളെ വിസിറ്റ് ചെയ്യുന്നുണ്ട്. ആ മലക്കുകളെ കാണുമ്പോ കോഴി കരയുന്നു, ആട് കരയുന്നു. ആ മക്കള് നിങ്ങളെ വീടിന്റെ ഉമ്മരത്ത് വന്നിട്ട് ദ്വാർക്കുകയാണ്, അല്ലാഹുമ്മ അഅതി മുൻഫിഖൻ ഖലഫാ, ഈ വീട്ടുകാരന് 100 രൂപ ചെലവുണ്ട് റബ്ബേ, 110 രൂപന്റെ വരുമാനം കൊടുക്കണേ അല്ലാ. ബാപ്പ നായകളെ പോലെ, ഉമ്മ പട്ടിയെ പോലെ, മക്കള് നായെ പോലെ, മക്കള് പട്ടികളെ പോലെ വീട്ടിൽ കടന്നുറങ്ങുകയാ. ആ മലക്കുകൾ ദ്വാരക്കാരെ തിരിച്ചു പോകുമ്പോ നമ്മളെ വീട് എത്ര ക്ഷാപമുള്ള വീടായി മാറുന്നു പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ബറക്കത്തുള്ള മക്കളാകണം, പ്രഭാതത്തിൽ വിളിച്ചുണർത്തുന്ന മക്കളാകണം, നിസ്കാരിപ്പിക്കുന്ന മക്കളാകണം, നല്ല കാര്യങ്ങൾ ചൊല്ലിപ്പിക്കുന്ന മക്കളാകണം. 10 സ്വലാത്ത് ചെല്ലാതെ ഭക്ഷണം കൊടുക്കാത്ത ഉമ്മയില്ലേ, കിടന്നുറങ്ങുമ്പോ ഉമ്മ ചോദിക്കുന്ന, മോനെ 10 സ്വലാത്ത് ചൊല്ലിയിട്ടില്ലേ? മദീനത്തെ പള്ളിയിലെ മക്കള് കിടന്നുറങ്ങാൻ വരുമ്പോ ഉമ്മമാര് ചോദിക്കും, മക്കളെ നിങ്ങൾ മദീനത്ത് പോയി മുത്തുനബിയെ കണ്ടിട്ടുണ്ടോ? മുത്തുനബിയെ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞാൽ ആ ഉമ്മമാര് ശകാരിക്കുകയാണ്. മുത്തുനബിന്റെ മുഖം കാണാൻ അവർ സമയമുണ്ടെങ്കിൽ മദീനത്തെ പള്ളിയിലേക്ക് തിരിച്ചയക്കുകയാണ്. ഇതേ പ്രകാരം പൂർവികരായ നമ്മുടെ ഉമ്മമാര് ആ മക്കള് വീട്ടിലേക്ക് വരുമ്പോ, മക്കളെ 10 സ്വലാത്ത് ചൊല്ലിയിട്ടേ ഭക്ഷണം തരൂ, 10 സ്വലാത്ത് ചൊല്ലിയിട്ടേ കിടന്നുറങ്ങാൻ അനുവദിക്കൂ. ഇങ്ങനെ മുത്തുനബിയെ പരിചയപ്പെടുത്തുന്ന ഉമ്മയാണ്. ഇന്നോ
കാളപൂട്ടുകാരന്റെ കാളക്ക് തുല്യരായി. ചെറു